ജീവിച്ചുകൊണ്ടിരിക്കും. അവരെപ്പോഴും അങ്ങനെയാണ്. അതേസമയം ഇതൊന്നും ചിന്തിക്കാതെ ചില ആളുകൾ മുട്ടുവരെ താടി അങ്ങ് വളർത്തിക്കോളും. അത് ഞാൻ പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവരുടെ അടുത്തുകൂടെ പോയിട്ടുണ്ടാവില്ല. എന്തോ ഒരു വികൃത രൂപം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. വിഷയത്തിലേക്ക് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തിരിച്ചു വരിക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. അപ്പോ എന്താ ഇപ്പൊ ചെറുപ്പക്കാരോട് പറഞ്ഞത്, ഒരു ചെറിയ താടി വെക്കാനെങ്കിലും, വടിച്ചു എന്ന് വരുത്താത്ത രൂപത്തിലുള്ള ഒരു താടി വെക്കാനെങ്കിലും തയ്യാറായാൽ അതൊരു വലിയ സംഗതിയാണ്. പറഞ്ഞു എന്ന് മാത്രം. റസൂലുള്ളാഹിന്റെ വലിയൊരു സുന്നത്തെടുത്ത കൂലി കിട്ടും. കിട്ടിയാൽ അത് വലിയ കാര്യമാണ്. റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ പള്ളിയിലേക്ക്, മദീനത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ വന്നു കിടന്നപ്പോ ഒരു സഹോദരൻ നീണ്ട താടി വെച്ച് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഘട്ടം കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ അയാളുടെ അടുത്തേക്ക് നോക്കിയിട്ടൊന്ന് ഇങ്ങനെ ചിരിച്ചു. അയാളെ കണ്ടപ്പോ റസൂലുള്ളാഹി ഒന്ന് ഇങ്ങനെ ചിരിച്ചു. അയാൾക്ക് ആ ചിരി അത്ര പറ്റിയില്ല. നമ്മളെ താടിയൊക്കെ ഇവിടെ കണ്ടിട്ടാ റസൂലുള്ളാഹി ചിരിക്കണെന്നാ തോന്നുന്നത് എഴുതിയിട്ട് അയാൾ പോയിട്ട് ക്ലീൻ ഷേവ് ചെയ്തിട്ട് വന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് വന്നങ്ങ് കടന്നപ്പോ അതാ വല്ലാതെ ഗൗരവപ്പെട്ടു. അയാൾ പറഞ്ഞു, നബിയെ, ഞാൻ നേരത്തെ ഇവിടെ ഇരുന്ന് ദിക്റ് ചൊല്ലുമ്പോ നിങ്ങള് ചിരിക്കണ കണ്ടപ്പോ എനിക്ക് അതൊരു സുഖമുള്ള ചിരിയായിട്ടല്ല തോന്നിയത്. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് നേരെ ആക്കിയിട്ടാണ് വന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ചിരിച്ചത് ആ നീളമുള്ള താടിയും വെച്ച് നിങ്ങളിങ്ങനെ തസ്ബീഹ് ചൊല്ലുമ്പോൾ നിങ്ങളെ താടിയും കൂട്ടത്തിൽ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചതാ, എൻ്റെ സന്തോഷം കൊണ്ട് ചിരിച്ചതാ, നിങ്ങളത് വടിക്കാൻ വേണ്ടി ചിരിച്ചതായിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെന്നി ചിതറി നിൽക്കുന്ന താടിമുടികൾ എടുത്തിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ തെന്നിച്ചേറി നിൽക്കുന്ന ഭാഗം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെട്ടിമാറ്റിയിരുന്നു എന്ന് കാണാം. ഞാൻ പറയുന്നത് നബി തങ്ങൾ പറഞ്ഞതിന് നേരെ എതിരങ്ങ് ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ നയം. നബി തങ്ങൾ എന്താണോ പറഞ്ഞത് അതിനെതിരെ ഞാൻ നടക്കൂ, എന്നെ തല്ലണ്ടമ്മാവാ, ഞാൻ നന്നാവില്ല എന്ന ശൈലി. ഇതാണ് ഇപ്പൊ ശരിക്കും നടക്കുന്നത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. കാരണം ഓരോ സംഗതികളും പറയുമ്പോൾ അതിന് നേരെ എതിരാ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? താടി നീട്ടുമെന്ന് പറഞ്ഞു, അത് ശരിക്കും അടിച്ചു. മീശ ചുരുക്കിക്കളാന്ന് പറഞ്ഞു, അപ്പം മീശ എന്ത് ചെയ്തു? വായിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് വളർത്തി ഒരു പേടിപ്പിക്കുന്ന രൂപത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 10 കാര്യം നിന്റെ പക്വതയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒന്ന് കക്ഷത്തിലെ മുടി നീക്കുക. കക്ഷത്തിലെ മുടി നീക്കണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കക്ഷത്തിലെ രോമം നീക്കിക്കൊള്ളണം, ഇടയ്ക്കിടെ നീക്കിക്കൊള്ളണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 10 പക്വതകളിൽപ്പെട്ട ഒരു പക്വതയാണ്. ഞാൻ ഈ പറയുന്ന ആൾക്ക് ഏത് അറിയോ? ഇപ്പറഞ്ഞ VIP ഒരു പക്ഷെ ദിവസവും നമ്മളെ കുട്ടികൾ നല്ല ഒരു സമയം കളയുക കേശാലങ്കാരത്തിന് വേണ്ടിയാ, പലപ്പോഴും കുറെ വടിച്ച് കൃത്യാക്കാൻ, അതുപോലെ തന്നെ കുറെ നരച്ച മുടികൾ കറുപ്പിച്ച് മട്ടാക്കാൻ, അങ്ങനെയൊക്കെ ഉണ്ട്. നരച്ച മുടികൾ കറുപ്പിക്കാൻ വേണ്ടി സമയം കളയുന്ന കുറെ ആളുകളുണ്ട്. ആദ്യമായിട്ട് നരച്ച മുടി കറുപ്പിച്ചത് ഫറോവയാണ്. ഫതുഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, ആദ്യമായിട്ട് നരച്ച മുടി കറുപ്പ് ചായം കൊടുത്ത ആള് ഫറോവയാണ്. ഫറോവ അതാ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ പറഞ്ഞ പാള തിരിഞ്ഞില്ല തോന്നുന്നുണ്ട്, ലഅനത്തോട് വന്നിട്ടില്ല. അപ്പോൾ ഏതായാലും ഫറോവന്റെ ഏർപ്പാടാണത്. ഒരിക്കലും അതിനു വേണ്ടി സമയം കളയരുത്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ പറയാം, അത് പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കക്ഷരോമം വൃത്തിയാക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ നമ്മളെന്താ ചെയ്യല്? നോക്കിയാൾ നേരം വെളുത്താ കണ്ണാണ്ട് മുമ്പിലിരുന്ന് കൃത്യമായിട്ട് ഷേവ് ചെയ്യുന്നയാൾ, അയാൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം കറാഹത്തല്ലേ ഉള്ളൂ ഉസ്താദെ എന്ന് ചോദിച്ചാൽ പോലും നിർവാഹമില്ല. കറാഹത്തല്ലേ ഉള്ളൂ ഉസ്താദെ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അയാൾ ചെയ്യുന്ന കാര്യം കണ്ട നിങ്ങൾ, മീശ അയാൾ നീട്ടി വളർത്തിയിട്ടുണ്ടാവും നബി പറഞ്ഞതിനെതിര്, താടി അയാൾ നബി പറഞ്ഞതിനെതിര്, കക്ഷവും നബി പറഞ്ഞതിനെതിര്, അല്ലേ? ഈ VIP എങ്ങാനും ബനിയൻ അയച്ച് കണ്ടാൽ തേനീച്ചക്കൂട് പോലെ ഇരിക്കും, അല്ലേ? ഉണ്ടാവരുത്. അക്കോലത്തിൽ കക്ഷം വളർത്തിയിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അതിനെതിരാ ഞാൻ എന്ന ഒരു ശൈലി നമ്മൾ ആരൊക്കെയോ അനുകരിക്കുകയാണ്. ഒരു കവി പറഞ്ഞു, അത് ഒരു വല്ലാത്ത വാക്കാണ്. നമ്മൾ ആരെങ്കിലും അനുകരിച്ച അപകടം ചെയ്യും. വമയ്യത്തഖിദിൽ ഖുറാബ ലഹു ദലീല യമുറു ബിഹി അലാ ജിയഫിൽ കിലാബി. കാക്കയെ ആരെങ്കിലും വഴികാട്ടിയാക്കിയാൽ, കാക്കയെ ആരെങ്കിലും അനുകരിച്ചാൽ, കാക്ക ചെയ്യും പോലെയൊക്കെ കാക്കന്റെ ഒപ്പൊക്കെ പോകാൻ നിന്നാല്, കാക്കയെ അനുകരണം
കാക്കയെ അനുകരിച്ചു കഴിഞ്ഞാൽ, കാക്കയെ മാതൃകയാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ, യമുറു ബിഹി അലാ ജിയഫിൽ കിലാബി, ചത്ത് വീർത്തു കിടക്കുന്ന പട്ടികളുടെ ശവങ്ങളുടെ അടുത്തേക്കായിരിക്കും കാക്ക നിങ്ങളെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, പാശ്ചാത്യനെ അനുകരിക്കാൻ നിൽക്കണ്ട. അവൻ നമ്മളെ തള്ളുന്നത് ശവക്കുഴിയിലേക്കായിരിക്കും. ഇന്ന് പലപ്പോഴും നമ്മുടെ മക്കൾ സമയം കളയുന്നത് സുബ്ഹാനല്ലാഹ് വളരെ അപകടകരമായ പല മേഖലകളുമുണ്ട്. സമയം കൊല്ലുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എഞ്ചിനീയർ സാഹിബ് ഇന്നലെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ മുഖം മിനുക്കാൻ അതൊക്കെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ മിനുക്കി നടക്കുകയാണ്. അകാല വാർദ്ധക്യം പെട്ടെന്ന് വരും. കാരണം ശരീരത്തിൻ്റെ വടിവ് ശരിക്കും ഇങ്ങോട്ട് കാണും, ചുളിവൊക്കെ ഇങ്ങോട്ട് നിവർന്നു കിട്ടും ക്രീം തേച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ഡോക്ടർ പറഞ്ഞപ്പോൾ അപ്പോഴാണ് നമ്മുടെ പല ഹോസ്പിറ്റലുകളും നാറാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ബോധ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, കാരണം ഒരു ഡോക്ടർ പറഞ്ഞത്രേ, ഇത് പോകുന്നത് നമ്മുടെ ഈ പെണ്ണുങ്ങളുടെ, പലപ്പോഴും പെണ്ണുങ്ങൾ യഥേഷ്ടം അബോർഷനുകൾ നടക്കുകയാണ്. ഈ ഭ്രൂണം, ഈ അബോർഷനുകൾ നടക്കുന്ന ഈ കുഞ്ഞ്, ഈ ചാപ്പിള്ള, അതുപോലെ തന്നെ ഈ കത്തി വെച്ച് മുറിച്ചിട്ട ഈ സാധനം, ഈ ഇത്തരം തുടങ്ങിയ പ്രസവവുമായി ബന്ധപ്പെട്ട സംഗതികൾ, ഇതൊക്കെയാണത്രേ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ വാരി വലിച്ചു തേക്കുന്നത്. ഇതൊക്കെ പോകുന്നത്, ഇതൊന്നും ഇവിടെ കെട്ടിക്കിടക്കാത്തത്, ഇതൊക്കെ കയറ്റി പോവുകയാണ്. അതൊക്കെ മട്ടത്തിൽ ഇങ്ങോട്ട് ആക്കിക്കൊണ്ട് വരുമ്പോൾ അത് മനുഷ്യന്റെ ചർമ്മത്തിക്കും കൂടെ, മനുഷ്യനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഈ സാധനം തേക്കുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ പെട്ടെന്ന് കുഴപ്പമൊന്നും വരില്ല. അങ്ങനെ നമ്മളെ കൊണ്ട് തേപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും ആ തേക്കുന്നതൊക്കെ അതാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചതല്ല. പക്ഷേ നമ്മുടെ മക്കളൊക്കെ ഒരുപാട് മാറണം. നമ്മുടെ മക്കൾ കണ്ണാടിക്ക് മുമ്പിൽ ഇരുന്ന് ഇതിനു വേണ്ടി സമയം കളയുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, ഇത് കുറച്ചു ദിവസം തേച്ച് കഴിഞ്ഞാൽ പിന്നെ അകാല വാർദ്ധക്യം അയാൾക്ക് ഉറപ്പാണ്. കൂടുതൽ പ്രായമാകുന്നതിന് പിന്നെ തേച്ചിട്ടില്ലെങ്കിൽ ഒരു 25 വയസ്സായിട്ടുണ്ടെങ്കിൽ ഒരു 45 വയസ്സായാൾക്ക് തോന്നിപ്പിക്കും. അതാണ് ഇന്നത്തെ സഹോദരിമാർ പലരും പെട്ടുപോകുന്നത്. കല്യാണം കെട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ വാരി തേക്കേണ്ടതെന്ന് അവർക്ക് അറിയണില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് അകാല വാർദ്ധക്യം വരികയാണ്. പഴയ ഉമ്മാമാരൊക്കെ എത്രയോ പ്രസവിച്ചിട്ടുണ്ടാകും, ഒരു കുഴപ്പമില്ല. കാരണം അവരൊക്കെ പ്രകൃതിദത്തമായ സാധനങ്ങളാണ് കഴിച്ചത്. അവരൊന്നും ഒരിക്കലും അപകടകരമായ മേഖലകളിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കാക്കകളെ അനുകരിക്കണ്ട. അത് നമ്മെ കെട്ടുനാറിയ ഡെഡ് ബോഡികളുടെ അടുത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുക എന്ന ബോധം നമുക്കുണ്ടാകുന്നത് നല്ലതായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ മാത്രമല്ല നമ്മുടെ ഓരോ വിഷയവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ സംഗതികളും ചിന്തിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഓരോ കാര്യത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോഴും റസൂലുള്ള പറഞ്ഞതിൻ്റെ നേർ എതിര് നടക്കുക എന്ന ഒരു വാശി എനിക്കും നിങ്ങൾക്കുണ്ടാകോ എന്ന് തോന്നിപ്പോവുകയാണ്. മുടി കറപ്പിക്കുന്ന കുറേ ആളുകൾ, അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മുടിയായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞു മാത്രം. പിന്നെ റസൂലുള്ളാഹിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു, മുടി പകുതി കളയുക, പകുതി നിർത്തുക. അതെന്ന് നമ്മളെ കുട്ടികൾക്ക് ഭയങ്കര ഹരാ. പകുതി കളയുക നോക്കുക, അതൊക്കെ റെഡിയാണ്. മുട്ടയടിക്കാൻ പറഞ്ഞാൽ അടിക്കൂലല്ലോ, പക്ഷേ ഒരു താരം മുട്ടയടിച്ചാൽ ഓൻ പിന്നെ റെഡിയാ. ഇവൻ ഇഷ്ടപ്പെടുന്ന സിനിമാ താരം അല്ലെങ്കിൽ ഇവൻ ഇഷ്ടപ്പെടുന്ന കളിത്താരം, അയാൾ മുട്ടയടിച്ച അവനും മുട്ടയടിച്ച് നടക്കുകയാണ്. അയാൾ കാതിലൊരു സാധനം ഇട്ടാ അവനും ഇട്ട് നടക്കുകയാണ്. നോക്കുങ്ങൾ, യാതൊരു മാനക്കേടും ഇല്ലല്ലോ. പക്ഷെ റസൂലുള്ള പറഞ്ഞ സുന്നത്തുകളൊന്നും എടുക്കാൻ അവന് കഴിയൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുന്നത്തുകളൊന്നും എടുക്കാൻ കഴിയില്ല. അതേസമയം ഇവൻ ഇഷ്ടപ്പെട്ടവർ പറഞ്ഞാൽ അത് ഉടനെ തന്നെ അവൻ അനുകരിക്കാൻ തയ്യാറാണ്. അതൊന്നും അവനോട് ആരും തിരുത്താനും അതേക്കുറിച്ചൊന്നും സംസാരിക്കാനും ചെല്ലണ്ട എന്നതാണ് യാഥാർത്ഥ്യം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ തൊട്ടടുത്ത് തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിയാൽ ഇൻഷാ അല്ലാഹ് ഉടനെ ഞാൻ സംസാരം അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത്, വെളുത്ത മുടി കറുപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്. പ്രത്യേകിച്ച് മധ്യവയസ്കരായ ഗൾഫുകാരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ആ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ സമയം കളയണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഇജ്തനിബു സവാദ്, മുടി കറുപ്പ്